Palakkadan food channel എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു മട്ടൻ കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒരു 3 സ്പൂൺ വീതം നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം വണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് മല്ലിയും കുറച്ച് പുതിനയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാല നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഒരു 5 വിസിൽ വരുന്നത് വരെയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയ തേങ്ങ അരച്ച് വെച്ചതിലോട്ട് 2 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച് വെച്ച മട്ടണിലോട്ട് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മട്ടൺ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നതൊരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.